ചോക്കാട് പുല്ലങ്കോടങ്ങാടിയിൽ കഴുത്തിലെ മുറിവ് കാരണം അവശയായ തെരുവ് നായക്ക് ആശ്വാസമായ അനിമൽ റെസ്ക്യൂ പ്രവർത്തകർ. അനിമൽ റെസ്ക്യൂ പ്രവർത്തകൻ PK ജിതേഷ് പ്രാഥമിക ചികിത്സ നൽകി രക്ഷപ്പെടുത്തി. മഞ്ചേരി ഹാപ്പി പെറ്റ്സിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി നായയെ കൊണ്ടുപോയി. എല്ലും തൊലിയുമായി മെലിഞ്ഞൂട്ടിയ തെരുവുനായ പുല്ലങ്കോടങ്ങാടിയിലെ സ്ഥിരം നൊമ്പരക്കാഴ്ചയായിരുന്നു. ഏറെക്കാലം അവശനായി തെരുവുനായെ ദിവ്യ ടീച്ചർ ഭക്ഷണവും മരുന്നും നൽകിയാണ് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി തെരുവുനായകൾ തമ്മിൽ കടിപിടി കൂടിയതിനാൽ ഉണ്ടായ മുറിവ് വലുതായി പുഴുവരിച്ച നിലയിലായിരുന്നു. മുറിവ് വലുതായതോടെ വീണ്ടും പാടെ അവശനായി കിടപ്പിലായി. തുടർന്ന് ദിവ്യ ടീച്ചർ ഇടപെട്ട് ജില്ലാ അനിമൽ റെസ്ക്യൂ ടീം അംഗം PK ജിതേഷ് എത്തി പട്ടിയുടെ മുറിവിലെ പുഴുവെല്ലാം കളഞ്ഞ് മരുന്ന് തേച്ച് പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് ദിവ്യ ടീച്ചറും അബ്ദു കാളികാവും ചേർന്ന് മഞ്ചേരിയിലെ ഹാപ്പി പെറ്റ്സിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ഏതാനും ദിവസം കൊണ്ട് മുറിവ് ഉണങ്ങുമെന്ന് ജിതേഷ് പറഞ്ഞു. ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങൾ ആനിമൽ റെസ്ക്യൂ ഫോഴ്സ് മലപ്പുറം ടീമാണ്. അതിലിപ്പോൾ 2-3 പേരിന്ന് സ്റ്റേ ഡോഗ് വാക്സിനേഷൻ പോയതാണ്. ഇതിപ്പോൾ ഇന്നലെ ഈ ടീച്ചർ ഒരു കേസ് വിളിച്ച് പറഞ്ഞാണ് ഇങ്ങനെ കഴുത്തിൽ മുറിയുണ്ട് പറഞ്ഞിട്ട് അന്ന് രക്ഷപ്പെടുത്തി തരുമോ, ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറും. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ ആ കേസ് ക്യാൻസലാക്കിയിട്ട് ഇന്ന് ടീച്ചറെ വിളിച്ചുകൊണ്ട് ഇവിടെ പുല്ലഞ്ചേരി എസ്റ്റേറ്റിലേക്ക് വന്നതാണ്. അവിടെ ഡോഗിനെ പിടിച്ച് നമ്മളിന്ന് കംപ്ലീറ്റ് പുഴുക്കളെയും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും ട്രീറ്റ്മെൻറ്റും ചെയ്ത് അവരുടെ കാറിൽ കയറ്റി കൊടുത്തിട്ടുണ്ട് അതിനെ. അപ്പോൾ അതിന് നേരെ മഞ്ചേരി ഹാപ്പി പെറ്റ്സിക്കാണ് കൊണ്ടുപോകുന്നത്. മഞ്ചേരി ഹാപ്പി പെറ്റ്സ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.